ഇടുക്കി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് സമീപം സെപ്റ്റിക് ടാങ്ക് പൊട്ടി മലിനജലം ഒഴുകുന്നത് പരിഹരിക്കാൻ താത്കാലിക നടപടി തുടങ്ങി. ആൺകുട്ടികളുടെ ഹോസ്റ്റലിന് സമീപം മണ്ണിനടിയിൽ വലിയ കോൺക്രീറ്റ് ടാങ്ക് നിർമ്മിക്കും. ഇതോടെ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ദുരവസ്ഥയ്ക്ക് താത്കാലിക പരിഹാരമാകും. 24 ഇംപാക്ട്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകി ദുർഗന്ധം വമിക്കുന്നതും പകർച്ചവ്യാധി ഭീഷണിയും 24 ആണ് പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കിറ്റ്കോയുടെ താൽക്കാലിക നടപടി. നിറഞ്ഞൊഴുകുന്ന സെപ്റ്റിക് ടാങ്കിന് 300 മീറ്റർ അകലെ താൽക്കാലിക ടാങ്ക് നിർമ്മിക്കും. നിലവിലുള്ള സെപ്റ്റിക് ടാങ്കുകൾ തുറന്ന് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ പുറത്തെടുക്കും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 2 ആഴ്ച കൊണ്ട് നിലവിലെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞേക്കും. മലിനജലം നിറഞ്ഞൊഴുകുന്നതിന് ശാശ്വത പരിഹാരം മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുക എന്നതാണ്. എന്നാൽ ഇത് എപ്പോൾ നിർമ്മിക്കുമെന്നതിൽ തീരുമാനമുണ്ടായിട്ടില്ല. ഇതിനുള്ള പ്ലാനും എസ്റ്റിമേറ്റും മാസങ്ങളായി ആരോഗ്യവകുപ്പ് സാങ്കേതിക വിഭാഗത്തിന്റെ മേശപ്പുറത്താണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.